ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് മുളച്ച മധുരക്കിഴങ്ങില്ലേ, സ്വീറ്റ് പൊട്ടറ്റോ, അത് നടലാണേ. കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവച്ചിട്ട് എടുക്കാൻ താമസിച്ചുകൊണ്ട് മുളച്ചു പോയി. അതുകൊണ്ട് നമ്മൾ കൂട്ടയിലാണ് നട്ടു കൊടുക്കുന്നത്. ഞാൻ ഈ കൂട്ടയിലാണ് നടുന്നത്. ഇത് ഓട്ടയായതാണേ. ഓട്ട എന്നുള്ള ഇതിൻ്റെ ഇതെല്ലാം ഇടന്നു പോയതാണ്. ഇതിലാണ് നമ്മൾ നടുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ജൈവവളമില്ല, കമ്പോസ്റ്റ്, വെണ്ണീർ, കുറച്ച് കോഴിവെള്ളം ഇവിടെ ഉണ്ടായിന്, അതും ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. മണ്ണും കുറച്ച് ഈർച്ചപ്പൊടിയും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈർച്ചപ്പൊടി ചേർത്തത് ഒരു ഇളക്കം കിട്ടാൻ വേണ്ടിയാണ് മണ്ണിന്. ഈർച്ചപ്പൊടി ഇല്ലെങ്കിൽ ഉണങ്ങിയ ഇല കുറച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഈർച്ചപ്പൊടിയും മണ്ണും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പഴയ ഈർച്ചപ്പൊടിയാണ്. ഇങ്ങനെ മതി. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഈ വളവും ചേർക്കുന്നുണ്ട്. ഈ വെണ്ണീർ, കോഴിവളം, കമ്പോസ്റ്റ് എല്ലാം കൂടിയുള്ള ഇങ്ങനെ നട്ടാൽ വിളവെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ കൂട്ടയാന്ന് തട്ടിയാൽ മതിയല്ലോ. നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഈ കൊട്ടയിലേക്ക് മാറ്റാം. കുറച്ചും കൂടി വേണം. വലിയ ചരലെല്ലാം ഉണ്ടെങ്കിൽ അത് മാറ്റാം. വലിയ ചരലുണ്ടായാൽ ഈ കിഴങ്ങെല്ലാം കീറുന്ന സമയത്തുണ്ടല്ലോ, ഒട്ടുപൊളിവും ഉണ്ടാവും. നല്ല ഷേപ്പ് കിട്ടണ്ടെങ്കിൽ ആ ചരലെല്ലാം ഒന്ന് മാറ്റണം. നമുക്ക് ഓരോന്നായിട്ട് നട്ട് കൊടുക്കാം. ഓരോ മുള മാത്രം വെച്ചിട്ടാണ് മുറിച്ചെടുത്തിന്. ഒന്നുകൂടി നടാം. ഇനി ഇവിടെ കുറച്ചും കൂടി മണ്ണ് ചേർത്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഉണക്കലില വിതറി കൊടുക്കാം. നമുക്ക് പടരാൻ സൗകര്യമുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കാം. നമുക്ക് നനച്ച് കൊടുക്കാം. ഞാനൊരു പടർന്ന് പോകാൻ സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിന് വെയിലും ഉണ്ട്. നമ്മുടെ
ഈ മധുരക്കിഴങ്ങ് നടയിൽ ഇവിടെ പൂർത്തിയായി.